ശില്പ, ഈ വയനാട്ടില് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മത്സരിച്ച സമയത്ത് അവർ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷനിൽ അവര് മത്സരിക്കുന്നത്. അപ്പം അതിന് ലഭിക്കേണ്ടിയിരുന്ന ഒരു 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 ഫെയിം പോലും, അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാകേണ്ടിയിരുന്ന അത്ര പോലും ഒരു ശ്രദ്ധ പോലും അതിന് കിട്ടിയിരുന്നില്ല. നേരെ മറിച്ച് ആ ശ്രദ്ധ മൊത്തം പോയത് മറ്റൊരാളിലേക്കായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കായിരുന്നു. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് സരിൻ കോൺഗ്രസ് വിട്ട് LDFിലേക്ക് വന്ന സരിനിലേക്കായിരുന്നു ആ മൊത്തം ശ്രദ്ധയും പോയത്. ബാക്കി ഈ കോൺഗ്രസ്സുകാർക്കായാലും അല്ലെങ്കിൽ BJPക്കാർക്കായാലും ഒക്കെ ഈ ഒരു പുച്ഛത്തോടെ അല്ലെങ്കിൽ ഒരു നാണക്കേട് പോലെ കോൺഗ്രസ്സുകാരെ നോക്കാൻ ഉണ്ടായൊരു, അല്ലെങ്കിൽ LDFകാരെ നോക്കാൻ ഉണ്ടായൊരു റീസൺ ആയി മാറി ഈ സരിന്റെ ഈ ഒരു എന്താ പറയാ സ്ഥാനാർത്ഥിയായി നിന്നത് എന്ന് പറയുന്നത്. അപ്പം 20-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പോ നാളെ അതിന്റെ റിസൾട്ട് വരികയാണ്. അപ്പം ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങളിൽ സരിന്റെ ഈ ഒരു പെർഫോമൻസിനെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്? ആക്ച്വലി ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ തന്നെ സരിന്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവും പാലക്കാട്ടേക്കുള്ള വരവും ഒപ്പമായിരുന്നു. പാർട്ടി മാറി വന്ന സ്ഥാനാർത്ഥിയായ മനുഷ്യനാണ്. അപ്പോ ഈ പാർട്ടി മാറിയപ്പോ തന്നെ എല്ലാവർക്കും എന്താ പറയാ ഒരു പുച്ഛമായിരുന്നു അദ്ദേഹം പാർട്ടി മാറിയതിനോടും. എന്തായാലും എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. പാർട്ടി മാറി വന്ന് എന്താ പറയാ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി. അപ്പോ ഈ ഇടതുപക്ഷത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പേര് അതിനെ വിമർശിച്ചവരുണ്ട്. ബാക്കി മറ്റേ കോൺഗ്രസ് ആയാലും BJP ആയാലും അതിനെതിരെ വളരെയധികം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു. എല്ലാവരും എന്താണ് പറയുന്നത്, സരിന് വേണ്ട പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ സാധിക്കില്ല, വെറുതെയാണ് സരിനെ അവിടെ നിർത്തുന്നത് എന്നൊക്കെയാണ് വളരെ രീതിയിൽ വിമർശനങ്ങളായി ഉയർന്നു വന്നിരുന്നത്. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാലക്കാട് കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞിരുന്ന ഒരു ചിത്രത്തിൽ നിന്ന് LDF അവിടെ ഉണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലായത് സരിൻ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ്. കാരണം അദ്ദേഹം നടത്തിയ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ പ്രചരണ രീതികൾ അല്ലെങ്കിൽ പ്രചരണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം ജനകീയമായിരുന്നു. അദ്ദേഹം ഒരു ഒറ്റപ്പാലത്തുകാരനാണ്. ഒറ്റപ്പാലം പാലക്കാട് ജില്ലയുടെ ഭാഗമാണ്. അദ്ദേഹം പാലക്കാട് വന്ന് ക്യാമ്പ് ചെയ്ത് ഇപ്പൊ അദ്ദേഹം ഒരു വീട് വാങ്ങി. ഇപ്പൊ അദ്ദേഹം പാലക്കാടുള്ള വോട്ടറാണ്. അപ്പോ അദ്ദേഹം എന്തൊക്കെയോ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമുക്കറിയാം, നമ്മുടെ പാലക്കാട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വയനാടിനേക്കാളും അല്ലെങ്കിൽ ചേലക്കരയേക്കാളും എല്ലാം ഒരുപാട് ദൂരത്തിൽ ഹൈപ്പ് കിട്ടിയ സ്ഥലമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് വന്ന് മത്സരിക്കുന്നു. BJP തങ്ങളുടെ വീണ്ടും ഒരു സീറ്റ് നിയമസഭയിൽ പിടിക്കാൻ വേണ്ടി മത്സരിക്കുന്നു. അതിനിടയിൽ സരി നിൽക്കുന്നു. അതിനെന്താ പറയാ, വളരെ ചൂടുള്ള, പാലക്കാടിനെ പോലെ തന്നെ ചൂടുള്ള ഒരു മത്സരമാണ് പാലക്കാട് നടക്കുന്നത് എന്നതാണ്. അപ്പൊ ഈ സരിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, സരിൻ വന്ന സമയത്ത് എല്ലാവർക്കും എന്താ പറയാ ആർക്കും അത്രത്തോളം കോൺഫിഡൻസ് ഇല്ലായിരുന്നു. സരിൻ മാധ്യമങ്ങളുടെ മുന്നിൽ ജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായി ആർക്കും അതിന് എന്താ പറയാ ഒരു മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി, കാരണം ഇടതുപക്ഷത്തിന് മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല. വിജയരാഘവൻ അല്ലാതെ പാലക്കാട് എടുത്തു പറയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫേമസ് ആയി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി പാലക്കാട് ഇടതുപക്ഷത്തിന് ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോ അവിടേക്കാണ് സരിൻ വരുന്നത്. അപ്പോൾ ഈ ഇടതുപക്ഷത്തിനുള്ളിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സരിൻ വിജയിക്കും എന്ന് പറയുമ്പോഴും ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് എല്ലാവരും ഒരു 2ാം സ്ഥാനം 3ാം സ്ഥാനം രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സരിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണകളുണ്ട് എന്നുള്ളതാണ്. കാരണം സരിൻ ആദ്യം പറഞ്ഞത് 72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് സരിൻ പറയുകയുണ്ടായി. പിന്നീട് മറ്റേ വോട്ട് ഇട്ടതിന് ശേഷം അദ്ദേഹം പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം 60,000-ൽ അധികം, ഒരു 62,000-60,000-ലധികം വോട്ടുകൾക്കായിരിക്കും വിജയിക്കുക, 5,000 ആയിരിക്കും ഭൂരിപക്ഷം എന്നൊക്കെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇനി അദ്ദേഹം ജയിക്കുകയോ അല്ലെങ്കിൽ ജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ അദ്ദേഹം അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രചരണ തന്ത്രങ്ങൾ തീർത്തും പാലക്കാടുകാർ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പാലക്കാട് ഇറങ്ങി കുറച്ച് പേരോട് വർത്തമാനം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. കാരണം ആ സീനിലെ ഉണ്ടാവാതിരുന്ന ഇടതുപക്ഷത്തിനെ അവിടെ ആ സീനിൽ കൊണ്ടുവരാൻ സരിൻ എന്ന സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്. മുമ്പ് ഈ പാലക്കാട് LDFന്റെ ഒരു കോട്ട ഉണ്ടായിരുന്നു. പാലക്കാടിന്റെ ഇടതുപക്ഷത്തിന്റെ ബേസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ കുറച്ചു കാലങ്ങളായി ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിലാണ് പാലക്കാട് ഇരിക്കുന്നത്. അദ്ദേഹത്തെ അത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സ്ഥലം തന്നെയാണ് പാലക്കാട്. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാർക്ക് ഒരു വികാരം തന്നെയാണ്. എനിക്കൊന്ന് ഇപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് പാലക്കാട്ടുകാർ തന്നെ കുറച്ച് നെഗറ്റീവ് ഒക്കെ പറയാൻ തുടങ്ങി. അതുവരെ പാലക്കാട്ടുകാർക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് ഷാഫി പറമ്പിൽ. അപ്പൊ വീണ്ടും അവിടേക്ക് ഒരാളെ കൊണ്ടുവന്ന് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. പിന്നെ എന്താന്ന് വെച്ചാൽ അതേ ശക്തിയോടുകൂടി അവിടെ BJP ഉള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. നമുക്കറിയാം, കഴിഞ്ഞ വട്ടം ശ്രീധരനുമായി ഷാഫി പറമ്പിലിനേക്കാൾ ശ്രീധരന് ഒരു 3,000-4,000 വോട്ടിന് കുറവേ ഉണ്ടായുള്ളൂ.
അപ്പൊ അത്രത്തോളം ജനകീയനായ ഷാഫിയെയാണ് അദ്ദേഹം ഇത്രയും കുറവ് വോട്ടുകളുടെ ഡിഫറൻസിൽ നിന്നത്. അപ്പൊ BJPക്ക് അത്രയും ഒരു ശക്തമായ ഒരു ബേസ് പാലക്കാട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പി സരിന്റെ ഒരു പ്ലാൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പി സരിൻ ഇപ്രാവശ്യം ജയിക്കോ ജയിക്കാതിരിക്കോ, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം LDF നേടിയതിനേക്കാൾ ഒരു 100 വോട്ട് പി സരിന് പാലക്കാട് പിടിക്കാൻ സാധിച്ചാൽ പി സരിന്റെ വിജയമാണ്, അല്ലെങ്കിൽ പി സരിന്റെ മാത്രം വിജയമാണ്. പാർട്ടിയേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ വിജയമായി നമ്മൾ അതിനെ കാണേണ്ടി വരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ അത് അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുന്നത് വലിയൊരു സാധ്യതയുടെ വാതിലാണ്. കാരണം നമുക്കറിയാം സുരേഷ് ഗോപി തൃശ്ശൂർ ആദ്യം നിന്ന് തോറ്റു, പക്ഷെ 5 വർഷം അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. വളരെ മികച്ച രീതിയിലാണ് പിന്നീട് തൃശ്ശൂർകാർ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് ഇപ്പോ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ചത്. ഇതേ ഒരു സാധ്യതയാണ് പി സരിന് പാലക്കാട് ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഇപ്പോ നമുക്കറിയാം 1.5 വർഷം കൂടി കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പൊ ആര് ജയിച്ച് MLA ആയി പോയാലും 1.5 വർഷത്തിന് ശേഷം വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പൊ ഇന്ന് പി സരിൻ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ 1.5 വർഷക്കാലം പി സരിന്റെ മുന്നിലുണ്ട്. ഈ 1.5 വർഷക്കാലം പി സരിൻ എന്ന് പറയുന്നത് ബ്രാഞ്ച് തലം മുതൽ കൃത്യമായ ആളുകൾക്കിടയിൽ വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരു മനുഷ്യനാണ്. അതിനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അതിനുള്ള എന്താ പറയുക ടെക്നിക്സ് ഒക്കെ കൃത്യമായി കോൺഗ്രസിൽ നിന്ന് പഠിച്ചു വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അതിന് സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സരിൻ സ്ഥാനാർത്ഥിയായാൽ ചിലപ്പോൾ പാലക്കാട് വീണ്ടും ഒരു ഇടതുകോട്ടയാവും. അപ്പോൾ അതിനുള്ള ഒരു ബേസ്മെന്റ് കൂടിയാണ് മേ ബി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം എന്നതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ബേസ്മെന്റ് ഇട്ടുവെക്കാൻ പി സരിന് സാധിക്കും എന്നുള്ളതാണ്.